ഇനി ഞാൻ ക്ഷമേരെ നെല്ലിപ്പട്ടി ചവിട്ടിയിരിക്കുകയാണ്. ഇനി ഞാൻ കൈ കെട്ടി നോക്കി നോക്കില്ല കേട്ടാ. എന്തോന്നാലു ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല നിന്നിട്ടാണ് ഞാൻ ജംഗ്ഷനിൽ പോയത്. അവിടെ ചെന്നൊരു ചായ കൂടി തിരിച്ചു വന്നപ്പോൾ ഇവിടെ തൊട്ട് അവിടെ നിന്ന് വെള്ളിമൂങ്ങി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വെറുതെ നോക്കി എൻ്റെ തുറച്ചു നോക്കി പറഞ്ഞു വീട്ടിനകത്ത് കയറി പോകും. വീട്ടിനകത്ത് കയറി പോവാൻ വസ്തുവിൻ്റെ കാര്യം പറഞ്ഞ് തന്നല്ലതാ ഓടി. അതോ ഇങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഞാൻ നെയ്യാറ്റിക്കര പോകും. ആണോ? അങ്ങനെ നാളെ രാവിലത്തെ ഫസ്റ്റ് വണ്ടിക്ക് ഞാൻ നെയ്യാറ്റിക്കര എത്തും. ഇത് എവിടെ 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 ഓടി വിളിക്കണേ? അച്ഛൻ നോക്കിക്കോ, ഞാൻ നെയ്യാറ്റിങ്കരയിൽ വന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അച്ഛനെ നാറ്റിക്കും. നിനക്ക് എന്ത് വേണ്ടേ? എന്നെ നാറ്റിക്കണോ നിനക്ക് വസ്തു വേണോ? എനിക്ക് രണ്ടും വേണം. അച്ഛൻ ഇത്രയും നേരം എന്നെ ചീത്ത പറഞ്ഞില്ലേ, എന്നാ സാരില്ല മോളെ, നിനക്ക് ഞാൻ വസ്തു എഴുതി തരാം എന്നൊരു വാക്ക് അച്ഛൻ മിണ്ടിയോ? പറയേട്ടാ. ഇല്ല, മിണ്ടിയില്ല. പക്ഷെ അച്ഛൻ എഴുതി കൊടുക്കച്ച സാധനം ഒന്ന് എപ്പോഴാന്ന് വെച്ചാൽ എഴുതി കൊടുക്ക്. അങ്ങനെ വെറുതെ പറയാൻ പറ്റൂല, എന്നാണെന്നുള്ളതും കൂടെ പറയണം. അങ്ങനെ നീ പറയുമ്പോൾ പറയാനേ എന്നെ കൊണ്ട് പറ്റൂല. വേണ്ട പറയണ്ട, ഞാൻ കേസിന് പോക്കോളാം. അച്ഛൻ നോക്കിക്കോ, ഞാൻ നാളെ എന്റെ അഡ്വക്കേറ്റിനെ പോയി കാണും, കേസ് ഫയൽ ചെയ്യും, ഒരാഴ്ചക്കുള്ളിൽ വക്കീൽ നോട്ടീസും വരും. എന്റെ ലച്ച് വെറുതെ എന്തിനാ ഈ പ്രശ്നം വഷളാക്കണേ? നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാലോ. പരിഹാരം ഉണ്ടാക്കാം, അതിന് തന്നെ ഞാൻ പോണത്. ഞാൻ കേസ് കൊടുത്ത് പരിഹാരം കണ്ടെത്തിക്കോളാം. എന്റെ പൊണ്ണ് ചേച്ചി, അച്ഛനും അമ്മയും കൂടി ഇന്ന് നൈറ്റ് ഇരുന്ന് സംസാരിച്ച് എന്താന്ന് വെച്ചാൽ തീരുമാനം നാളെ രാവിലെ കാപ്പി കുടിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞിരിക്കും. പോരെ ബാലു, ഞാൻ സത്യം പറഞ്ഞാൽ മിണ്ടാതെ നിൽക്കുന്നത് ഈ പ്രശ്നം വഷളാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനും കൂടെ ഇതിന്റെ ഇടയിൽ കയറി സംസാരിച്ച് പ്രശ്നം വഷളായ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇന്നുകൊണ്ട് ഈ പ്രശ്നം സംസാരിച്ച് തീർപ്പാക്കിക്കോളാം, അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. നീ എന്തിനു വിളിച്ചു പറഞ്ഞത്? നീ ബാലചന്ദ്രന്റെ ഭാര്യയാണ്. ബാലചന്ദ്രൻ കൊക്കിരിച്ച് കണ്ടെങ്കിൽ നീ കൊടുത്ത പോലെ നീ ഇവിടെ തന്നെ കാണും. മകളെ ലച്ചു, ഇതിൻ്റെ അകത്ത് അരിയുണ്ടാണ്. ഒരു അരിയുണ്ട എടുത്ത് കഴിച്ച് കുറച്ച് വെള്ളവും കൂടി കുറച്ച് ആശ്വാസമാവും. 50 ലക്ഷത്തിന് വരെ മരിയുണ്ട അല്ലേ? കളിയാക്കണ അച്ഛ. അച്ഛൻ നോക്കിക്കോ, അച്ഛനെ കൂടി ഞാൻ വെള്ളവും കുടിപ്പിക്കും, ഉണ്ടേ നീറ്റിപ്പിക്കും. ബാലചന്ദ്ര തമ്പിയെ കൊണ്ട് വാശി കയറ്റല്ലേ, വാശി ഇത്തിരി കൂടുതലാണ് തമ്പിക്ക് കേട്ടാ. ആണോ? അതേ ബാലചന്ദ്രൻ തമ്പിയുടെ മോളാണ് ഈ ഞാനും, ലക്ഷ്മി ബാലചന്ദ്രൻ തമ്പി. എനിക്കും വാശിയുണ്ട്. മാറുവച്ചേ പറഞ്ഞിട്ട് ഓടാൻ എന്റെ ലച്ചു മോളെ. നീ അത് പറഞ്ഞ ഉണ്ടതിറ്റിക്ക് വന്ന അതിന്റെ അർത്ഥം എന്നെ പിടിച്ച് ജയിലിൽ ഇടുന്നാടി. എടി നീയോ നിന്റെ ഭർത്താവോ നിന്റെ ഭർത്താവിന്റെ കുടുംബക്കാരോ ചോദിച്ചാ എന്നെ ഉണ്ടതിരിക്കാൻ പറ്റില്ലടി. എവിടെ പോണു? ഉരുണ്ട് അവിടെ നിക്ക്. കോടതി വരാന്താ, പോലീസ് സ്റ്റേഷൻ, പ്രതിക്കൂട്, ഈ 3 സ്ഥലത്തുണ്ടല്ലോ അച്ഛൻ ഇങ്ങനെ കരഞ്ഞോണ്ട് വന്ന് നിൽക്കും. അവസാനം കയറി വരും രജിസ്റ്റർ ഓഫീസിൽ കണ്ണീരി കുതുന്ന പത്രം ഒപ്പിട്ട് തരാൻ. എന്റെ ഭർത്താവിനെ വീട്ടുകാരൻ പറഞ്ഞ അച്ഛനുണ്ടല്ലോ ദയാദാക്ഷിണ്യം, ഈ രണ്ടും എന്റെ സ്ഥലത്തിൽ ഉണ്ടാവില്ല. എന്റെ ലച്ചു പറഞ്ഞു നീ എങ്ങോട്ടാ പോണത് ലച്ചു? എന്താ ഞാൻ പറയും, അച്ഛന്റെ നാക്കിൽ ലൈസൻസ് ഇല്ലല്ലോ, എന്റെ നാക്കിൽ ലൈസൻസ് ഇല്ല, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വിളിച്ചു പറയും. ആദ്യം കേസ് പോകുന്നത് പോലീസ് സ്റ്റേഷനിൽ. ഞാൻ പോയിട്ട് പറയും അച്ഛൻ എന്നെ തല്ലാറുണ്ട്, മർദ്ദിക്കാറുണ്ട്, പിന്നെ കെട്ടിച്ചു വിട്ടതിന്റെ പേരും പറഞ്ഞ് എന്നെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട്, പിന്നെ മദ്യപിച്ച് എന്നെ തല്ലാറുണ്ട്, പിന്നെ കെട്ടിച്ചു വിട്ടപ്പോഴത്തേക്ക് എനിക്ക് കുറെ സ്വർണ്ണമൊക്കെ തന്നല്ലോ, അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം പറഞ്ഞ് എന്നെ ഒരുപാട് ശല്യപ്പെടുത്താറുണ്ട്. മിസ്റ്റർ ബാലചന്ദ്രൻ തമ്പി, ഇത് നിങ്ങൾക്കെതിരെയുള്ള കേസാണ്. ഞാൻ വസ്തു ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആഹാരം പോലും തരാതെ എന്നെ മുറിയിലിട്ട് പൂട്ടി എന്ന് ഞാൻ കേസ് കൊടുക്കും. എന്റെ വിജയത്തിന് വേണ്ടിട്ട് ഞാൻ ഇവരെയും പ്രതിയാക്കും. എന്ത് ലച്ചുവെന്ന്? വസ്തു വെച്ച് കാശ് കിട്ടാൻ വേണ്ടിട്ടേ ഞാൻ കുറച്ച് ടെററൊക്കെയാവും. ഈ വാചകം അടിക്കണ മനുഷ്യനുണ്ടല്ലോ, കോടതിയിൽ മുട്ടിടിക്കും, ശബ്ദം പതറും, അച്ഛന് ദേഷ്യം വരും. അപ്പൊ കോടതിക്ക് മനസ്സിലാവും അച്ഛൻ ദുഷ്ടനാണെന്ന്. വളർത്തിയത് എന്റെ രാമമാവന്റെ അടുത്തോടെ പോ. എന്ത് പേടിച്ചോയാ? പേടിച്ചല്ലേ? എന്റെ അച്ഛൻ എനിക്ക് ഈ സ്വത്തിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സിദ്ധു അറിഞ്ഞിട്ട് പോലുമില്ല, എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എന്റെ അച്ഛൻ വിചാരിക്കുന്ന ഒരാളല്ല സിദ്ധു. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അച്ഛൻ ഞാൻ വരുമ്പോ തന്നെ എപ്പോഴും പറയാറില്ലേ എനിക്ക് ഭയങ്കര അഹങ്കാരമാണ്, കല്യാണം കഴിച്ചു വിട്ട ശേഷം ഭയങ്കര അഹങ്കാരമാണെന്ന്. ഇനി അച്ഛൻ അങ്ങനെ എങ്ങാനും പറഞ്ഞാല്, അച്ഛൻ ഇപ്പൊ നേരെ വിളിച്ചില്ലേ, അതുപോലെ ഒന്നും കൂടെ നേരെ വിളിക്കും. പിന്നെ അഡ്വക്കേറ്റ് ലേഡി അഡ്വക്കേറ്റ് നീ പറഞ്ഞത് അതിന്റെ കൂട്ടുകാരി ഏത് അഡ്വക്കേറ്റ് ഏത് കൂട്ടുകാരി? ഞാൻ വെറുതെ പറഞ്ഞതൊക്കെ. വെറുതെ പറഞ്ഞതാ? പറയാൻ പറ്റി? അത് അച്ഛനിൽ തന്നെ പഠിച്ചത് തന്നെയാണ്. ഓർമ്മയുണ്ടാ പണ്ട് ഇവിടെ കുറെ വസ്തുവിന്റെ പേരും പറഞ്ഞ് ഷോ കാണിച്ച് നടന്നത്? അന്ന് അച്ഛൻ ഈ ലോ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു, അതെന്നെ മനസ്സിലുണ്ടായിരുന്നല്ലോ. സാരിലച്ച പേടിക്കൊന്നും വേണ്ട. ഈ നിസാര കാര്യത്തിന് ബാക്കിയുള്ളവരുടെ മെക്കിട്ട് കാണുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് നിർത്തിക്കോ. ഇത് അപ്പോഴെങ്കിലും ഓർമ്മ വേണം കേട്ടോ. ആകെ പ്രശ്നമായല്ലോ മോളെ. നീ നേരത്തെ ഒരു വാക്ക് പറയാത്തത്? എല്ലാം കൈവിട്ട് പോയില്ലേ?
ഞാൻ അമരവള കുഞ്ഞമ്മേരെ മോളില്ലേ, ആ മോളെ കെട്ടിക്കണത് നമ്മൾ അഡ്വക്കേറ്റ് ശശിയില്ല. ആ ആ അപ്പോൾ ഞാൻ ശശിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നീ എന്നെ ഈ വയസ്സായ കാലത്ത് വസ്തുവിന് വേണ്ടി പീഡിപ്പിക്കുകയാണ്, പിന്നെ ഭാവിയിൽ എന്നെ നോക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല, പിന്നെ എവള് ഭർത്താവും കൂടെ ചേർന്ന് എന്നെ വസ്തുവിന് വേണ്ടി കൊല്ലാൻ വരെ ശ്രമിച്ചെന്നും കൂടെ പറഞ്ഞു. അല്ല അങ്ങനെ പറഞ്ഞത് ഇപ്പം പ്രശ്നം എന്തെന്നറിയാമോ? എവളെ ഭർത്താവ് സിദ്ധുവും വധശ്രമത്തിനകത്താവും. അത് ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കൈവിട്ടു പോയി. കാരണം ഈ അമരവിള കുഞ്ഞുമേരെ മോളം തുടങ്ങി വായാടിയാണ്. അവിടെ എല്ലാ കാര്യവും അമരവിള കുഞ്ഞുമേരെന്ന് പറയും. കുഞ്ഞുമേരെ പറയല്ലേ, ഒന്ന് പറഞ്ഞാൽ 10 ലോകം മൊത്തം പറയും. നാട്ടുകാർ എന്ത് പറയും പറ? അവിടെയുള്ള നാട്ടുകാർ എന്ത് പറയും? സ്വത്തിന് വേണ്ടി തൻ്റെ കൊല്ലാൻ ശ്രമിച്ചവള് ആര്? ലച്ചു. എൻ്റെ പൊന്നു മക്കളെ, ഞാനൊരു കാര്യം പറയാം. നെയ്യാറ്റിക്കര ജംഗ്ഷനിൽ പറയുന്നത് ബസ് സ്റ്റാൻഡ് വെച്ച് ആൾക്കാർ പറയും, ഇതേ പോണു തൻ്റെ കൊല്ലാൻ ശ്രമിച്ചവളോട്, തൻ്റെ കൊല്ലാൻ ശ്രമിച്ചവളെന്ന് എന്ന് പറയും. അതുകൊണ്ട് പൊന്നു മക്കൾ നെയ്യാറ്റിക്കര പോകാൻ ഏരിയയിലേ പോകരുത്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ സ്വത്തിന് വേണ്ടിട്ട്? അച്ഛൻ തോന്നുന്നു ഞാൻ അങ്ങനെ ചെയ്യൂന്ന്? ഒന്ന് പറയമ്മ. ഒന്ന് പോടി അവിടുന്ന്. അച്ഛനും മോളോട് ആ ട്രാൻസാക്ഷൻ കണ്ടിട്ട് ഇപ്പൊ കിടന്ന് ചിണുങ്ങണാ. പോയി പണി നോക്ക്. ഞാൻ ഒരു പ്രിക്കോഷൻ എടുത്തില്ലേ, കാരണം അത്ര കടുത്ത് നിൽക്കുകയല്ലേ. എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ തന്തേ കൊല്ലം എന്നുള്ള വിളിയാണ് കേൾക്കാൻ വയ്യാത്തത്. അമ്മ എങ്ങനെയെങ്കിലും അവരൊന്ന് ഫോൺ വിളിച്ച് പറയാമ്മ, ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. ഇതിപ്പോ പറഞ്ഞെടുത്ത് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ബാലു, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? എവിടെ? അച്ഛനിട്ടല്ലോ, ഞാൻ കൊഞ്ഞു നോക്കിക്കോ. അടിച്ചു പോയാ ഞാൻ ഒരു വക്കീലിനടുത്ത് വിളിച്ച് പറഞ്ഞില്ല. നീ എന്നെ ഇത്ര നേരം മുൾമനെ നിർത്തിയില്ലടി. അതുകൊണ്ട് മക്കൾ കുറച്ചു നേരം മുൾമനെ നിർത്താൻ വേണ്ടി അച്ഛൻ കളിച്ച കളിയാണ്. ആ ഓഹോ അങ്ങനെയാണ് കാര്യം. അല്ല എന്റെ മക്കളെ തന്തേ കൊല്ലി അച്ഛൻ വിളിപ്പിക്കൂ. അങ്ങനെയാണെങ്കിൽ ആ അരിയുണ്ടെങ്കിൽ എടുത്തേ. അരിയുണ്ടോ? ഞാൻ എടുക്കും. എല്ലാരും കൂടെ എനിക്കില്ല. പിന്നെ അച്ഛാ ഒരു കാര്യം, ഈ വസ്തു ചിലപ്പോ എനിക്ക് വേണ്ടി വരും. അപ്പൊ എഴുതി തന്നോളണം. ഓർമ്മയുണ്ടല്ലോ എനിക്ക് പഠിച്ചാണ് കാര്യങ്ങളൊക്കെ. ഓ